ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതൊന്ന് കണ്ടു നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ മസാലയൊക്കെ വേവിച്ചെടുത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ക്ലൈമറ്റാണ്. മഴയെ ഓരോ ദിവസവും ഇങ്ങനെ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലേക്ക് മഴയ്ക്ക് വരാനായിട്ട് ഭയങ്കര മടിയാണ്. നമ്മുടെ കണ്ണൂർ ഭാഗത്തേ അങ്ങനെ പെയ്യാണ്ടുള്ളൂ, ബാക്കി ഏകദേശമുള്ള നാട്ടിലൊക്കെ പെയ്തിട്ടുണ്ട്. പെയ്യുമെന്ന് വിചാരിക്കാം, ചൂടിനൊരു ആശ്വാസമാകുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്നാൽ ഞാൻ റെസിപ്പിയിലേക്ക് കടക്കുകയാണ്. കുറേ ആയി ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ വലിയ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്നും തോന്നി. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തു. ചെമ്മീൻ ഇതാ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റാണ് ഈ ബ്ലാക്ക് നൂല് പോലെ കാണുന്നത്. അതെല്ലാവരും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ ചെമ്മീനായാലും വലിയ ചെമ്മീനായാലും എല്ലാത്തിലും ആ ഒരു വേസ്റ്റ് ഉണ്ടാവും. അത് നമ്മുടെ വയറിലേക്ക് എത്തിയാൽ അത് കഴിച്ച പെട്ടെന്ന് തന്നെ വയറുവേദനയൊന്നും ഉണ്ടാവില്ല. അത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ അപ്സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം, അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ സ്പൂൺ വെച്ച് തന്നെ, അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. സ്പൂൺ വെച്ചോ കൈ വെച്ചോ, കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഇതാ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്യാനിട്ട് ഓയിൽ കുറച്ച് കൂടുതലായിപ്പോയിട്ടുണ്ട്. അത് ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയതാണ്. അത് ഫ്രൈ ചെയ്യാനിട്ട സമയം കൊണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് റെഡിയാക്കാം. ഈ ലഞ്ചിന് മാത്രമാണ്, ബാലൻസ് ഒന്നും ഞാൻ വെക്കുന്നില്ല. 2 വലിയ ആൾക്കും 2 കുട്ടികൾക്കും മാത്രം കഴിക്കാൻ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇത്രയും ഉള്ളി മാത്രം എടുക്കുന്നുണ്ട്. 4 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 250 മില്ലിയുടെ അളവിലുള്ള കപ്പില്ലേ, ആ കപ്പിൽ 2 കപ്പ് ഗീ റൈസാണ് എടുക്കുന്നത്. 4 മീഡിയം സൈസിലുള്ള ഉള്ളിയും 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നേരിയ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാനൊരു 15-20 വരെ എടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണിയിട്ടില്ല, ഏകദേശം വെച്ച് പറഞ്ഞതാണ്. പിന്നെ 5 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്ത ഒരു 5-6 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ എടുക്കാം. ചെമ്മീനിൽ ഓൾറെഡി നമ്മൾ മുളക് മിക്സ് ചെയ്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് എരിവിഞ്ഞ് അവരെന്തായാലും പ്രശ്നമാക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ ഞാൻ ഇതിലേക്ക് മസാലയിലേക്ക് ഉള്ളി വഴറ്റുന്നതിലേക്ക് എടുക്കുകയാണ്. ബാക്കി വേണ്ട ഓയിൽ ഞാൻ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. 3 വിസിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കുക്കറിൻ്റെയൊക്കെ ലെവൽ അനുസരിച്ച് പിന്നെ അതിൻ്റെ വേവ് അനുസരിച്ചും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാത്രമേ വേണ്ടി വരുള്ളൂ, അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നല്ല പോലെ നിങ്ങൾക്ക് വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം 3 വിസിലെടുക്കുക. കുറച്ച് മാത്രം ആ ഉള്ളിയുടെ പീസൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ഒരു 2-1 വിസിൽ മാത്രം എടുത്താൽ മതി. അതല്ല കുക്കറിലിട്ട് മസാല ആക്കണ്ടെങ്കിൽ ജസ്റ്റ് വേറെ ഏതെങ്കിലും കടായിലോ പാത്രത്തിലോ നിങ്ങൾ മസാല ഉണ്ടാക്കുക. കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സാധാരണ ബിരിയാണിയിൽ നല്ല ഉടഞ്ഞ് കിട്ടണം മസാലയൊക്കെ, എന്നാൽ മാത്രമാണ് അതൊരു പെർഫെക്ഷനായിട്ട് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് ഇത് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.
2 വിസിൽ കഴിഞ്ഞിട്ടോ ഇത് മൂന്നാമത്തെ വിസിലാണ്. ഞാൻ എന്നിട്ട് ടോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്, അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ വേണ്ടത് നമ്മൾക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, കുരുമുളക് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എരിവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനെടുത്ത ഉള്ളിയുടെ ആ ഒരു ടെക്സ്ചറാണ്, കുറച്ച് വെള്ളം നിറഞ്ഞ ഉള്ളിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവില്ല മസാലയിൽ. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം കോരി മാറ്റൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതില്ലേ. ചില ആൾക്കാർ ചിക്കൻ മസാലയൊക്കെ വേവിക്കുമ്പോൾ ഇതുപോലെ വെള്ളം ഉണ്ടാവും, അത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. പക്ഷേ ഇത് ഞാൻ വെള്ളമൊന്നും ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കാം. മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിമും കൂട്ടി വെച്ച് കൊടുത്ത് അപ്പോഴേക്കും മസാല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചോറുണ്ടാക്കണം, ഗീ റൈസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഉള്ളിയും കുറച്ച് കാഷ്യൂ കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സ്പെഷ്യൽ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ബിരിയാണിക്ക്. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ഉള്ളിയൊക്കെ മതിയാവുന്നതാണ്, കുറച്ച് മാത്രമല്ലേ ചോറുണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഹാഫ് സ്ലൈസ് ഉള്ളി എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കേണ്ട 2 കപ്പ്, കറക്റ്റ് 2 കപ്പിൻ്റെ ഓയിൽ ഒഴിക്കേണ്ട അളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗീ റൈസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വരെ ആ വീഡിയോ കണ്ടാൽ ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അത് ഞാൻ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. കിസ്മിസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അത് കൂടുതൽ ടൈം ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. കിസ്മിസും കൂടി കോരി മാറ്റി കഴിഞ്ഞാൽ കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂയും കൂടി കളർ ചേഞ്ച് ആയി കിട്ടിയാൽ അതും കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെയാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ. അരി ഓൾറെഡി ഞാൻ കഴുകി അവിടെ വെള്ളം ജസ്റ്റ് ഒന്ന് സോക്കിങ്ങിന് വെച്ചിട്ടുണ്ട്. വെള്ളം വാർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് എന്നാലും ആ ഉള്ള വെള്ളത്തിൽ ഒന്ന് സോക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തന്നെയാണ് ഞാൻ ചോറുണ്ടാക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉള്ളി കരിഞ്ഞതൊക്കെയാണ് ഈ കാണുന്നത്, പക്ഷേ ബിരിയാണി അല്ലേ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. നെയ്ച്ചോറ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കരിഞ്ഞതൊക്കെ കളർ ചേഞ്ച് ആയിട്ട് നമ്മുടെ ചോറിന് ടോട്ടലി കളർ ചേഞ്ച് ആവും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കരുത്. ബിരിയാണി ആയതുകൊണ്ട് തന്നെയാണ് അതിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതാ ദമ്മിടലാണ്. ദമ്മിടാൻ ഞാനൊരു കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്. കുക്കറാണ് കേട്ടോ, നല്ല പെർഫെക്ഷനായിട്ട് നമുക്കതിൻ്റെ ടോപ്പ് വിസിലിടാണ്ട് പിന്നെ ടോപ്പ് മാത്രം ഇട്ടിട്ട് എയറൊന്നും പോവാണ്ട് തന്നെ നമുക്ക് ദമ്മിടാനായിട്ട് പറ്റും. ഫസ്റ്റ് ലെയർ ഞാൻ ചോറിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില, പിന്നെ ഗാർണിഷിങ്ങിനായി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച 3 ഐറ്റംസിലെ ഉള്ളി, കാഷ്യൂ, കിസ്മിസും അത് 3ഉം കൂടി ഇടുക. കുറച്ച് നമ്മുടെ ബിരിയാണി മസാലയിലെ ചെമ്മീൻ മസാല അതും കൂടി ഇടുക. ഒന്ന് ഫുള്ളായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എത്തിയെന്നൊന്ന് ലെവൽ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ലെയർ ചോറിട്ടെടുക്കുക. കുറച്ചുകൂടി മസാല ബാലൻസ് വന്നിട്ടുണ്ട്, അതും കൂടി ഇട്ടുകൊടുത്ത് ഞാൻ ബാക്കിയുള്ള ചോറും കൂടി ഒന്ന് മേലേക്ക് ഇട്ടുകൊടുത്ത് ഗാർണിഷിങ്ങൊക്കെ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ടോപ്പ് അടച്ച് വെക്കലാണ്. ഒരു 10-15 മിനിറ്റൊക്കെ അതിൻ്റെ വിസിലൊന്ന് അഴിച്ച് വെച്ച് ടോപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ദം ചെയ്തെടുക്കാം.
അപ്പോൾ ഈസി ആയിട്ടുള്ള ബിരിയാണി അല്ലേ, പെർഫെക്ഷൻ ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട്, കുക്കറിൽ ഇതുപോലെ ചെയ്യുന്നത്. അതുപോലെ കല്ലുമ്മക്കായ ബിരിയാണി ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇതാ മസാലയും ചോറും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ടോപ്പ് അടിച്ചൊക്കെയാണ്. 15 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം ദമ്മായി കുറച്ച് ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം ഞാൻ ഇതാ സെർവ് ചെയ്യുകയാണ്. നല്ല സ്മെല്ലോട് കൂടിയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.